ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കല്യാണി ചേച്ചിയുടെ പ്രശ്നം കണ്ടിട്ടാട്ടോ. കാരണം ഒത്തിരി കമൻസ് ഞാൻ ആ വീഡിയോയുടെ അടിയിലും പിന്നെ അത് റിയാക്ട് ചെയ്ത ആൾക്കാരുടെ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടു. അവർ ഭയങ്കരമായിട്ട് വേറെയുള്ള ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യും, എന്നിട്ട് അവരുടെ സ്കിൻ പ്രോബ്ലം മാറാൻ വേണ്ടിയിട്ട് അവർ കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കും, അതൊക്കെ ആൾക്കാരിൽ നിന്ന് മറച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത്. ഞാനിത് ആരെയും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറയാനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാം. അതിനകത്ത് കല്യാണി ചേച്ചി തന്നെ പറയുന്നുണ്ട്, തനിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ജനറ്റിക്കാണ്. അവരുടെ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ സെയിം പ്രോബ്ലം തന്നെ ഫേസിൽ ഈ ഭാഗത്തുള്ള ഒരു കറുപ്പ് മാർക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതും പുള്ളിക്കാരിക്കുണ്ട്. അപ്പോൾ ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കുറെ കൂടെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. എൻ്റെ അറിവ് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ക്രീമുകൾ പലതരം ക്രീമുകളാണുള്ളത്. വൈറ്റനിങ് ക്രീം ഉണ്ട്, അതേപോലെ ഡാർക്ക് സർക്കിൾസ് മാറുന്ന ക്രീമുകളുണ്ട്, അതേപോലെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ പിമ്പിൾസിൻ്റെ മാർക്ക് മാറുന്നതുണ്ട്. അങ്ങനെ പല പല ക്രീമുകളാണുള്ളത്. അപ്പം ഒരാൾക്ക് ജനറ്റിക്കലി ഉള്ളൊരു ഫേസിലുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഫേസിൽ അതൊരു മാർക്ക് നമ്മൾ നോർമലി ഒരു ക്രീം ഇട്ടാൽ മാറില്ല. അത് ബാക്കിയുള്ള ഫേസിലെ പ്രശ്നങ്ങൾ മാറും എന്നല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മാറില്ല. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഞാൻ ആരെയും തിരുത്താനോ കുറ്റപ്പെടുത്താനോ പറഞ്ഞല്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന്. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾക്ക് പലർക്കും എൻ്റെ പല ഫോട്ടോസിലും റീസെൻ്റ് ആയിട്ടുള്ള പല ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണാൻ പറ്റും എൻ്റെ തന്നെ ഈ പാടും. അത് നോർമലി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ടൈഗർ ബാം യൂസ് ചെയ്തിട്ട് പൊള്ളിയതാണ്. പക്ഷേ ടൈഗർ ബാം യൂസ് ചെയ്ത് പൊള്ളിയതല്ല. എനിക്കൊരു 6-7 കൊല്ലം മുമ്പ് വരെ എൻ്റെ സ്കിന്നിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു പിമ്പിൾ പോലും വരാത്തൊരു സ്കിന്നായിരുന്നു, നല്ല ക്ലിയർ സ്കിന്നായിരുന്നു എൻ്റെത്. പക്ഷേ ഒരു 6-7 കൊല്ലം കൊണ്ട് എൻ്റെ സ്കിൻ എത്രത്തോളം ഡാമേജ് ആകാമോ അത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട്. കാരണം ഇനി ഒരു കാശിന് കൊള്ളാത്ത ടൈപ്പിലൊരു സ്കിൻ നല്ലൊരു ട്രീറ്റ്മെൻറ്റ്, അതായത് അത്യാവശ്യം കാശ് ഇറക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ സ്കിന്നിന് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ സ്കിന്ന്. ഒരു 6-7 കൊല്ലത്തിന് മുമ്പ് ജസ്റ്റ് ഇവിടെ ഒരു കുഞ്ഞൊരു പാടായിട്ട് ഒരു കറുത്തൊരു പാടായിട്ട് തുടങ്ങിയ പാടാണ് ഇവിടെ ഇത്ര ഇതായത്. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇത് ചെറിയൊരു പാട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നമാകാൻ തുടങ്ങി എനിക്ക്. അപ്പോൾ ഞാൻ ഡോക്ടറുടെ പേരോ അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നെഗറ്റീവ് ഒന്നും അല്ലത്. അപ്പം ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി എനിക്ക് മരുന്ന് തന്നു. മരുന്ന് തന്നു ഞാൻ മാരീഡ് ഒന്നും അല്ല കേട്ടോ. അപ്പം എനിക്ക് തന്ന മരുന്നെന്ന് പറയുന്നത് സ്റ്റിറോയിഡ് അതിനകത്ത് പ്രസൻസ് ഉള്ള മരുന്നായിരുന്നു. ടാബ്ലറ്റ് തന്നു, ഓയിൻമെൻറ്റ് തന്നു. അപ്പോൾ അത് കുഴപ്പമില്ലാതെ മാറി. അത് കഴിഞ്ഞ് ആ ഒരു വർഷം കഴിഞ്ഞ് അതേ ടൈം ആയപ്പോൾ വീണ്ടും ഇത് വന്നു. ആ സെയിം ടൈം അപ്പോൾ ഇത് വീണ്ടും വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്ന മരുന്ന് തന്നെ വീണ്ടും വാങ്ങിച്ച് അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ മാറുന്നില്ല ഇത്. അങ്ങനെ ആ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് മരുന്നിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി, അതേപോലെ ഈ അപ്ലൈ ചെയ്യേണ്ട രീതികളൊക്കെ ഒന്ന് മാറ്റി തന്നു. എന്നിട്ട് ഇത് മാറുന്നില്ല. അങ്ങനെ ആ ടൈമിൽ എന്തോ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ആക്ച്വലി ജിമ്മിടുന്ന തിരക്കോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ തിരക്കോ സംതിങ് എന്തോ ആണ്, ഞാനിത് ശ്രദ്ധിക്കാതെയായി. അന്ന് ആ ടൈമിൽ നമ്മൾ വർക്കൗട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ സ്കിൻ ആക്ച്വലി ഞാൻ ശ്രദ്ധിക്കാണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഈ കുഞ്ഞു പാട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. എന്നിട്ട് അതിനകത്തുനിന്ന് ഇത് ചൊറിഞ്ഞു പൊട്ടിയിട്ട് ഇതിനകത്തുനിന്ന് ബ്ലഡും പസ്സില്ലേ അത് പഴുപ്പൊക്കെ വരാൻ തുടങ്ങി. കണ്ടാൽ പറയുമോ നിങ്ങൾക്ക് ഇതിൽ ബ്ലഡും പഴുപ്പൊക്കെ വരുന്നതായിരുന്നു എന്ന്. അങ്ങനെ ഈ പഴുപ്പും ബ്ലഡും ഒക്കെ എവിടെയെല്ലാം തട്ടുന്നുണ്ടോ അങ്ങോട്ടെല്ലാം ഇതിങ്ങനെ സ്പ്രെഡായി തുടങ്ങി. എന്നിട്ട് നമ്മുടെ ഒരു മുറിവ് വന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അവിടെ പൊറ്റ പിടിക്കില്ലേ, അതുപോലെ ഇവിടെ എല്ലാം അങ്ങ് പൊറ്റ പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ഈ അറിയാതെ ഇത് ചൊറിയും, ഇത് പൊറ്റങ്ങളവും വീണ്ടും അവിടുന്ന് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ട് ഇതാവും. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ബ്ലഡ് ഇതൊന്നും ആയിട്ടല്ല ആയത്, അല്ലാതെ തന്നെ വന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡോക്ടറുണ്ടായിരുന്നു. വെച്ചാൽ ഇവിടെ നിന്ന് ഇച്ചിരി ദൂരത്ത് പോകണം. നല്ല ഡോക്ടറാണ് പുള്ളിക്കാരൻ, ട്രിവാൻഡ്രത്തു നിന്ന് വന്ന് ഇവിടെ നോക്കുന്ന കേട്ടോ. അപ്പം ആള് നോക്കി ഇതുപോലെ പറഞ്ഞു, ഇത്രയും വഴക്കാണ് പറഞ്ഞു സത്യത്തിൽ. കാരണം ഇത്രയും സിവിയർ ആകുന്ന വരെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ മരുന്നൊക്കെ തന്നു. മേ ബി വെയിൽ കാരണമാകാം എന്നുള്ളതാണെന്ന് പറഞ്ഞത്. പക്ഷേ ഉള്ള കാര്യങ്ങൾ അതുപോലെ പറയാമല്ലോ. ആളുടെ അതും സ്റ്റീറോയിഡ് പ്രസൻസ് ഉള്ള മെഡിസിൻ തന്നെയായിരുന്നു പുള്ളിക്കാരൻ തന്നത്. ആ മെഡിസിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 1 വീക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റും പുറത്താനുള്ള ഓയിൻമെൻറ്റും ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു 15 ഡേയ്സ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനും പറഞ്ഞു. ഉള്ള കാര്യം പറയാമല്ലോ. അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ഈ മുറിവുകളെല്ലാം ഉണങ്ങി. എനിക്ക് തോന്നി മുറിവ് ഉണങ്ങണമെങ്കിൽ എന്തെങ്കിലും സ്റ്റീറോയിഡൊക്കെ ചെന്നാൽ മാത്രമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പം നന്നായിട്ട് ഉണങ്ങിയ പാടൊക്കെ ഇങ്ങനെ മങ്ങി തുടങ്ങി. അപ്പം ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ മടി. അപ്പം ഇത് നമ്മൾ ഡോക്ടർക്ക് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ വഴക്ക് പറയും. അപ്പോൾ ആ ഒരു വഴക്കിനെ പേടിച്ച് ഞാൻ പിന്നെ പോയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ മെഡിസിൻ തീർന്നല്ലോ, വീണ്ടും ഇത് വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഞാൻ ഏകദേശം ഒരു കുറച്ച് നാൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഈ ഡോക്ടർ തന്നെ മരുന്ന് ടാബ്ലറ്റ് ഒഴികെ ക്രീം മാത്രം അപ്ലൈ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് എത്തിയല്ല. കാരണം ടാബ്ലറ്റ് സ്റ്റീറോയിഡ് ആയത് കാരണം തന്നെ അത് എടുക്കാൻ എനിക്ക് എന്തോ കാരണം അങ്ങനെ എടുത്തുകൂടാലോ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ. അങ്ങനെ പിന്നെ
നമ്മുടെ ഇവിടെ തന്നെ വേറൊരു ക്ലിനിക്ക് ഉണ്ട്, കായംകുളത്ത് ചെക്കുളങ്ങര ഭാഗത്ത് ഒരു ക്ലിനിക്ക് ഉണ്ട്, ഡെർമറ്റോളജിയുടെ തന്നെ ഒരു ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ, അവർക്ക് ഒത്തിരി ഔട്ട്ലെറ്റും ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നു. ഇപ്പോൾ ഞാൻ ഈ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ യൂസ് ചെയ്തിരുന്ന സകല മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും അതേപോലെ സ്ട്രിപ്പും ഓയിൻമെൻറ്റിൻ്റെ ട്യൂബും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിരിക്കും. കാരണം അടുത്തൊരു ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് ഡൗട്ട് വരുന്നത്, കാരണം പിന്നെയും ഇപ്പോൾ ഈ ഡോക്ടർ എഴുതി തന്നെ ആയിരിക്കും മറ്റേ ഡോക്ടർ എഴുതുന്നത്, അങ്ങനെ ഒരു ആവർത്തനം വരുന്നതെന്ന് കരുതിയിട്ട് ഞാൻ അതെല്ലാം കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്ത് പറഞ്ഞത്, അതെല്ലാം സ്റ്റീറോയിഡ് ഉള്ളതാണ്, ഇത്രയും സ്റ്റീറോയിഡ് എന്തിനാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ, പോട്ടെ. എന്നിട്ട് അവിടുത്തെ ഡോക്ടറും എന്നെ കൊണ്ട് സകല ടെസ്റ്റും ചെയ്യിപ്പിച്ചു. ആ ടൈമിൽ ഞാൻ ക്യൂനെ പ്രഗ്നൻ്റ് ആയിരുന്നു, പ്രഗ്നൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ടൈമായിരുന്നു. അപ്പോൾ ഡോക്ടർ ആൻറ്റി ബാക്ടീരിയൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയണമല്ലോ, നമുക്ക് വെറുതെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ബാക്ടീരിയൽ ടെസ്റ്റിന് അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് ടെസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ തൈറോയ്ഡ് കണ്ടുപിടിക്കുന്നത്, പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഡോക്ടർക്ക് പറ്റുന്ന രീതിയിൽ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് സകല മെഡിസിൻസും പിന്നെ അലർജി ആയി തുടങ്ങി. അതുകൊണ്ട് ഈ ചൊറിഞ്ഞു പൊട്ടുന്നതിനൊക്കെ മെഡിസിൻസ് ഒന്നും എനിക്ക് പറ്റാതായി. പ്രഗ്നൻസിയും കൂടെ ആയത് കാരണം നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അതുപോലെ എന്നിട്ട് ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോഴും ആ ഡോക്ടർ പറയുന്നത് സൺലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അങ്ങനെ പറഞ്ഞത്. എൻ്റെ രണ്ടാമത് നോക്കി ഡോക്ടർ പറഞ്ഞു മാക്സിമം സൺലൈറ്റ് അവോയ്ഡ് ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ എങ്ങനെ സൺലൈറ്റ് അവോയ്ഡ് ചെയ്യും? എന്നിട്ടും സൺസ്ക്രീം, ക്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തു. എനിക്ക് വെയിലത്തിറങ്ങുമ്പോൾ അങ്ങ് പുകച്ചിൽ, അങ്ങ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതേപോലെ തന്നെ വെയിൽ ചൂട് കൊടുത്തില്ല, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഞാൻ റൂമിനുള്ളിൽ കിടന്ന് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചൊറിഞ്ഞു പൊട്ടും എനിക്ക്. അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. കാരണം നമ്മൾ ഈ ഡിഗ്രി നോക്കത്തില്ലേ, 30 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ പറഞ്ഞ് വരില്ലേ. ഇന്ന് സെൽഷ്യസ് ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ചൊറിഞ്ഞു പൊട്ടും, ഞാൻ വീടിനുള്ളിലാണെങ്കിലും. ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ആ ഒരു സ്കിൻ്റെ ഹെൽത്ത് ഭയങ്കര മോശം കണ്ടീഷനിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നോക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഈ പ്രഗ്നൻസി ആയതുകൊണ്ടും അതേപോലെ തന്നെ അധികം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും നോർമലി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടൊന്നും എൻ്റെ ഇത് റെഡിയായി. ഈ ചൊറിഞ്ഞു പൊട്ടൽ മാറി കേട്ടോ, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ചൊറിഞ്ഞു പൊട്ടലും കാര്യങ്ങളും എല്ലാം മാറി. അത് ഏത് മരുന്നിലാണ് മാറിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ചൊറിഞ്ഞു പൊട്ടുന്ന പ്രശ്നം മാറി. ആൻഡ് ലാസ്റ്റ് ആയപ്പോൾ ഈ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കീയൊക്കെ ജനിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ചൊറിഞ്ഞു പൊട്ടുന്ന രീതിക്ക് വീണ്ടും വന്നു. എന്നിട്ട് ഈ ബ്ലാക്ക് കളർ ഭയങ്കരമായിട്ട് എടുത്തതായി. അങ്ങനെ ഞാൻ രണ്ടാമത് കണ്ട ഡോക്ടറിലെ വഴക്ക് പറയുന്നത് പറഞ്ഞ ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നത് സൺലൈറ്റിൻ്റെ പ്രശ്നമല്ല, പാരസെറ്റാമോളിൻ്റെ അലർജിയാണ്. എനിക്ക് ഓൾറെഡി പാരസെറ്റാമോൾ, സിട്രസിൻ, അതേപോലെ ഡൈക്ലോഫിനാക്ക്, പിന്നെ എന്താണ് കുറേ മരുന്നുകളുണ്ട് കേട്ടോ, എല്ലാ അലർജിയാണ്. ഒരു പനി വന്നാൽ മിണ്ടാതിങ്ങനെ ആവി പിടിക്കാമെന്നല്ലാതെ എനിക്ക് മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റില്ല. സിട്രസിനും എല്ലാം അലർജി എനിക്ക്. അപ്പോൾ പാരസെറ്റാമോളിൻ്റെ അലർജി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ അറിയാതെ പാരസെറ്റാമോളെല്ലാം നേരത്തെ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ മെഡിസിൻ അലർജി എങ്ങനെ ഉണ്ടായി, അതായത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മെഡിസിൻസ് അലർജി ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. കൂടുതൽ ആൻറ്റിബയോട്ടിക്കിനായിരുന്നു എനിക്ക് അലർജി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ചിലപ്പോൾ C-സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെഡിസിനുകൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എല്ലാ മെഡിസിൻസും എടുക്കണമെന്ന് പറഞ്ഞു, അതായത് അലർജി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 26 മെഡിസിൻസ് എന്തോ അലർജി ടെസ്റ്റ് ചെയ്തു, 26 24. അതിൽ 20 മെഡിസിനും എനിക്ക് അലർജിയാണ്. അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. അയ്യോ ഒന്നും പറയണ്ട. അതിനകത്ത് ഈ പാരസെറ്റമോൾ ഉൾപ്പെടെ നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ യൂസ് ചെയ്യുന്ന സകല മരുന്നുകളും അതിനകത്ത് കിട്ടും. അങ്ങനെ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു മരുന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർ പാരസെറ്റമോളിൻ്റെ അലർജിയോ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇപ്പം ഞാൻ വീണ്ടും റീസെൻ്റായിട്ട് വേറൊരു ഡോക്ടറെ കണ്ടപ്പോഴും മരുന്നും കാര്യങ്ങളും തന്നെ ഞാൻ ആയുർവേദം ട്രൈ ചെയ്തു. പക്ഷേ ഇതുവരെ ഒരു മാറ്റമില്ല കേട്ടോ. മാറ്റമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട് പൂർണ്ണമായിട്ട് മാറുന്നില്ല. അത് ഓൾറെഡി ഞാൻ ഇപ്പോൾ ഒരു 5-6 ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കണ്ടു. അവരെല്ലാം പറയുന്നത് ഈ കറുത്ത പാട് മാറാൻ നല്ല ടൈം എടുക്കുന്നു. ഈ 6-7 കൊല്ലം കൊണ്ട് മാറിയിട്ടില്ല കേട്ടോ, നല്ല സമയം എടുക്കുന്നത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ കുറേ എൻ്റെ പരീക്ഷണങ്ങൾ നടത്തി, അതായത് ഈ വൈറ്റനിങ് ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി. പക്ഷേ ഒരു ഇതുമില്ല കേട്ടോ. കാരണം ഇത് അങ്ങനെ മാറുന്ന ബ്ലാക്ക് മാർക്ക് അല്ലത്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഭയങ്കര മോശം സ്കിന്നാണ്. നോർമലി എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിൻ ടൈപ്പ് പോലുള്ള വേറെ ആൾക്കാർക്ക് സ്കിൻ ടൈപ്പ് കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ഒരു ക്രീമുകളും എഫക്റ്റ് ചെയ്യത്തില്ല. ഒരു ക്രീമുള്ള കാര്യം പറയാമല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി എന്തെങ്കിലും ക്രീമൊക്കെ ഇട്ട്, ഇപ്പം ഞാൻ പറയാം ഫെയർ ആൻഡ് ലവ്ലി ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ലൊരു ഗ്ലോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ കളർ വെക്കുമല്ലോ. എൻ്റെ സ്കിന്നിലൊന്നും ഏൽക്കില്ല. എൻ്റെ സ്കിന്നിൽ ഒരു രീതിക്കും ഒരു ക്രീമുകളും ഇതാവത്തില്ല. എന്താ പറയുക, ഇപ്പോഴും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാം വെള്ളപ്പാടുകൾ വീഴുന്നുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഇങ്ങനെ കുറേ വെള്ളപ്പാടുകൾ വീഴുന്നുണ്ട്. ഇതിനി എന്താണെന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ നമ്മൾ പറയില്ല പൊരുകണ്ണി പോലുള്ള ഇതാണ്, അതിൻ്റെ മരുന്ന് ഞാൻ കഴിക്കാനില്ല, അതിൻ്റെ ഓയിൻമെൻറ്റും ഉണ്ട്. പക്ഷേ ഇതല്ല, ഇതിങ്ങനെ കൂടുന്നതല്ലാതെ മാറുന്നില്ല. ഇതിപ്പോൾ വേറെ എന്തോ ഒരു അസുഖമാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഏതെങ്കിലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ ഇനിയും പോയി കാണണം. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇത് വന്നത്, ഇത്രയും ഭയങ്കര ഇതായിട്ട്. ഇനി ഞാൻ ഏത് ഓയിൻമെൻറ്റ് തേക്കും അല്ലെങ്കിൽ ഏത് ഡോക്ടറെ കാണുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരാളെയും ഈ സ്കിന്നിൻ്റെ പ്രശ്നത്തിൽ നമുക്ക് ആരെയും ക്രോസ് വിസ്താരം ചെയ്യാൻ പറ്റില്ല. പിന്നെ പുള്ളിക്കാരത്തി ഇത്രയും കാശ് മുടക്കി ചെയ്യുന്നത്, എനിക്കും ഏകദേശം ഞാൻ ഇത്രയും ഡോക്ടറിന് ഈ സ്കിന്നിന് നല്ല റേറ്റ് ആവും കേട്ടോ.
വേറെ ഏത് എന്തുവാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇത്രയും എക്സ്പെൻസീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഡെർമറ്റോളജിയിൽ നല്ല ക്യാഷാണ്. കാരണം അവരുടെ ഓരോ ഓയിൻമെൻറ്റിന് തന്നെ അത്യാവശ്യം നല്ല ക്യാഷ്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. അതുകൊണ്ട് അവർ നല്ല പൈസ വാങ്ങും. ഞാനിവിടെ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം ഈ ക്രീമുകളുടെയും നമ്മുടെ ജനറ്റിക് ഉണ്ടാകുന്ന പ്രശ്നം, ഇതെൻ്റെ ജനറ്റിക് പ്രശ്നമല്ല, എന്നിട്ട് പോലും എനിക്കിത് മാറാൻ ഭയങ്കര പാടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നോർമൽ ക്രീമിനെ വെച്ചിട്ട് ഇതുപോലുള്ള മാർക്കിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് നല്ലൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായാലേ പറ്റുള്ളൂ. പിന്നെ അവർ അത് കണ്ടന്റ് ആക്കി ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അത് കണ്ടന്റ് ഇടണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പം എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരുടെ എല്ലാ കാര്യങ്ങളും ഇടണമെന്നില്ലല്ലോ. അതൊക്കെ അവരുടെ ചോയ്സാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എൻ്റെ ലൈഫിലുണ്ടായ എൻ്റെ സ്കിന്നിൻ്റെ ഇത്രയധികം മോശം സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും പല ഭാഗങ്ങളിലും ചൊറിഞ്ഞു പൊട്ടുന്നല്ലുണ്ട്, ചൊറിഞ്ഞു പൊട്ടാറുണ്ട്. ഞാൻ ഒരു മാർക്ക് ഞാൻ കാണിച്ചാൽ എന്തായിരുന്നു വേണ്ടത്. ഇത് ഞാൻ ഈ അലർജി ടെസ്റ്റ് ഉണ്ടല്ലോ, അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ, അലർജി ടെസ്റ്റ് ചെയ്ത സ്ഥലം കേട്ടോ, എൻ്റെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു. അലർജി ടെസ്റ്റ് ചെയ്തത് വലിയ ഏതോ അലർജി ഉള്ളൊരു മരുന്നായിരുന്നു ഇവിടെ. അത് കരിഞ്ഞു പോയതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയില്ല. ഇനി എൻ്റെ സ്കിന്ന് എല്ലാം കൊണ്ടും എൻ്റെ എല്ലാം പോയിരിക്കുവാണേ.